കലോത്സവം എന്ന് പറയുമ്പോൾ കലകളുടെ ഉത്സവമാണ്. നല്ല കലാപൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് തന്നെ കലാകാരെ ഇവിടെ എത്തുന്നവർക്ക്, അതുപോലെ ആസ്വദിക്കാൻ എത്തുന്നവർക്കൊക്കെ നല്ല ദാഹം ഉണ്ടായിരിക്കും. അപ്പോൾ ദാഹജലമായിട്ട് ഇവിടെ ഫയർഫോഴ്സിന്റെ ടീമുണ്ട്. അതുപോലെ ഓരോ വേദിക്കരികിലും ഇതുപോലെ ഫയർഫോഴ്സ് ടീമുണ്ട്. എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ സഹായിക്കാനായിട്ട് അവരെപ്പോഴും എല്ലാ വേദികളിലും സജ്ജരായിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ടീമിന്റെ വർക്കിനെ കുറിച്ച് ഇവിടെ എല്ലാ വേദികളിലും ഉണ്ടെന്നറിയാം. ദാഹജലമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് കലോത്സവമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് പറയാനുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇന്ന് വളരെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദാഹജലം എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് 28 വേദികളാണ് ആകെ ഉള്ളത്. ഈ 28 വേദികളിലും ഫയർ സർവീസിൻ്റെ യൂണിറ്റുകൾ അവിടെ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെയാണ് നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഭാഗമായി നമ്മളിവിടെ ഒരു കുടിവെള്ള വിതരണം നടത്തുന്നത്. ആദ്യമായിട്ടല്ല ഞങ്ങളിങ്ങനെ ഒരു കുടിവെള്ള വിതരണം നടത്തുന്നത്. എല്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും പ്രധാന വേദിയുടെ മുന്നിലായി അവിടെ വരുന്ന മത്സരാർത്ഥികൾ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ എല്ലാവർക്കുമായിട്ടാണ് നമ്മൾ കുടിവെള്ള വിതരണം നടത്തുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു കുടിവെള്ള വിതരണമല്ല, മറിച്ച് നമ്മളൊരു തിളപ്പിച്ചാറിയ, അതായത് നമ്മളത് ഔഷധക്കൂട്ട് ചേർത്ത് അതിനെ വളരെ തിളപ്പിച്ച് തിളപ്പിച്ച വെള്ളം ആറിയതിന് ശേഷമാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പണി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ നിലവിൽ ലീവിലുള്ള ആളുകളാണ്. ഇന്നലെ ഡ്യൂട്ടി എടുത്ത് ഇന്ന് റെസ്റ്റിലുള്ള ആളുകളാണ്. അപ്പോൾ ഇതിനകത്ത് മറ്റുള്ള ആളുകൾ അപ്പുറത്ത് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് ഞങ്ങളുടെ ലീവ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതൊരു സർവീസ് തന്നെയാണ്. കാരണം ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടല്ല, ഡ്യൂട്ടിക്ക് അപ്പുറം നമുക്ക് കലോത്സവത്തിന് ഇവിടെ എത്തുന്നവർക്ക് ചെയ്തു കൊടുക്കാവുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ആലോചനയുടെ പുറത്ത് ചെയ്യുന്ന, ഡ്യൂട്ടിക്ക് അപ്പുറം ചെയ്യുന്ന ഒരു സേവനം തന്നെയാണ് അല്ലേ? അപ്പോൾ എത്ര പേര് ഇവിടെ കലോത്സവ വേദിയിൽ നിങ്ങളുടെ ടീമിൽ നിന്നുണ്ട്? 25 വേദികളായിട്ട് ഏകദേശം ഒരു 60ഓളം ജീവനക്കാർ നമ്മൾ ലൈവായിട്ട് ഇപ്പോൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെയാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഈ കുടിവെള്ള വിതരണത്തിൽ വലിയൊരു എഫേർട്ട് ഉണ്ട്. കാര്യം ഏകദേശം പുലർച്ചെ ഒരു 6 മണി, 5:30-6 മണിയോടുകൂടി നമ്മൾ ഈ വെള്ളം ചൂടാക്കണം. അങ്ങനെ വെള്ളം ചൂടാക്കി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്തിട്ട് വേണം ഇത് ചൂടാക്കാൻ. കാരണം ഒരു 500 ലിറ്ററിൻ്റെ വലിയൊരു ക്യാനിലാണ് നമ്മളിത്, ചെമ്പിലാണ് ചൂടാക്കുന്നത്. അപ്പോൾ ഈ ചൂടാക്കിയ വെള്ളം അത് ആറവും വേണം, എന്നിട്ട് വേണം നമുക്ക് വിതരണം ചെയ്യാൻ. അപ്പോൾ രാവിലെ പുലർച്ചെ തന്നെ ഇതിൻ്റെ പണി നമ്മൾ ആരംഭിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഈ വേദിയിൽ പരിപാടി എപ്പോഴാണോ അവസാനിക്കുന്നത് അതുവരെ ഞങ്ങളിവിടെ ഈ കുടിവെള്ള വിതരണം നടത്തിക്കൊണ്ടിരിക്കും. അതിപ്പോൾ രാത്രി 10 മണിയായാലും രാത്രി 12 മണിയായാലും ഞങ്ങൾ ഈ വിതരണം നടത്തിക്കൊണ്ടിരിക്കും. ഏകദേശം ഒരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, കഴിഞ്ഞ വർഷത്തേക്ക് നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു 5000-ൻ്റെയും ഒരു 7000-ൻ്റെ 8000-ൻ്റെ ലിറ്റർ വെള്ളമാണ് ചിലവാന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ ചൂട് കൂടുതലായതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ പോകാൻ സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും നമ്മൾ കലോത്സവം കാണാൻ വരുമ്പോൾ എല്ലാം കാണാനും കൂടുതലായിട്ട് നടക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണല്ലോ. പല വേദികളിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നല്ല ക്ഷീണം ഉണ്ടായിരിക്കും, നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ നല്ല വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ ആരും മറക്കരുത്. അപ്പോൾ ഫയർഫോഴ്സിന്റെ വെള്ളമാണ് ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നല്ല ധൈര്യമായിട്ട് കുടിക്കാം. അപ്പോൾ നമുക്ക് ദാഹമൊക്കെ വെച്ചിട്ട് ആരും നടക്കണ്ട, ദാഹജലം ഇവിടെ നൽകുന്നുണ്ട്.